ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 9ാമത്തെ പാഠമാണ്. ഭരണഘടനയ്ക്കൊരു മുഖവുര എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചിത്രം നോക്കൂ. ഒരാൾ ബൈക്ക് ഓടിച്ചു പോവാണ്, ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടില്ല. രണ്ടാമത്തെ ചിത്രത്തിൽ അയാൾ ബൈക്ക് ഓടിക്കുന്നുണ്ട്, ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രത്തിൽ എവിടെയോ ഏതോ ഒരു സ്ഥാപനത്തിൽ ആളുകൾ വരി നിൽക്കുകയാണ്, ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഒഴുങ്ങാനോ ആണ്. അതെന്താണ്, അവര് വരി നിൽക്കുന്നുണ്ട്, ക്യൂ നിൽക്കുന്നുണ്ട് അല്ലെ. നാലാമത്തെ ചിത്രത്തിൽ ആളുകൾ ക്യൂ നിൽക്കുന്നില്ല, കൂട്ടം കൂടിയാണ് നിൽക്കുന്നത്. മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഇതിൽ സമൂഹത്തിന് അഭികാമ്യമായ പെരുമാറ്റം സൂചിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഈ ഇമോജി വരച്ചു ചേർക്കുക. അഭികാമ്യം എന്ന് വെച്ചാൽ സമൂഹത്തിന് ചേരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക്. നോക്കൂ, നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും ചിത്രങ്ങളാണല്ലേ കുറച്ചുകൂടെ യോജിക്കുന്ന ചിത്രങ്ങൾ. ഏതൊക്കെ ചിത്രങ്ങളിലാണ് നിങ്ങൾ ഇമോജി വരച്ചു ചേർത്തത്, എന്തുകൊണ്ട്? 2, 3 ചിത്രങ്ങളിലാണ് ഇമോജി വരച്ചു ചേർത്തത്. ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കുന്നത് നമ്മളെ സുരക്ഷിതരാക്കുന്നു. അപകടങ്ങളിൽ നിന്ന് നമ്മുടെ തലയെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. ക്യൂവിൽ നിൽക്കുന്നത് ബഹുമാനവും ക്ഷമയും കാണിക്കുന്നു. എല്ലാവർക്കും ന്യായമായ രീതിയിൽ അവരുടെ ഊഴം ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് ആവശ്യമാണ്. ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാലയങ്ങളിലും പൊതുയിടങ്ങളിലുമൊക്കെ ചില നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ചില നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് ഇത്തരം വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങളടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട്. ഇതാണ് ഭരണഘടന. ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന. പാലവിള UP സ്കൂളിലെ കുട്ടികൾ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന അഭിഭാഷകയുമായി നടത്തിയ അഭിമുഖം ശ്രദ്ധിക്കൂ. നോക്കൂ, കുട്ടികൾക്ക് ഓരോ സംശയങ്ങളുണ്ട്. അവർ ചോദിക്കുകയാണ്, എന്താണ്, നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത് എവിടെ നിന്നാണ്? പൗരരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം എപ്രകാരം ആണെന്ന് എഴുതി വച്ചിട്ടുള്ളത് എവിടെയാണ്? ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അപ്പോ വക്കീല് പറയണെന്ത്, എല്ലാറ്റിനും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഭരണഘടന. ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയിലാണ്. അഭിമുഖത്തിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആശയങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം, പൗരന്മാരുടെ ചുമതലകൾ, ജനങ്ങളുടെ അവകാശങ്ങൾ, അധികാര വിനിയോഗം. ഭരണഘടനയുടെ മുൻഗാമികൾ. ഭരണഘടന എന്ന ആശയം രൂപപ്പെടുന്നതിനിടയാക്കിയ ചരിത്രം നമുക്ക് പരിശോധിക്കാം. ഹമ്മുറാബിയുടെ നിയമസംഹിത. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ്. പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ BCE 1192 1150 കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ നിയമസംഹിത ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ നിയമസംഹിത അനുശാസിക്കുന്നു. മാഗ്ന കാർട്ട. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച് ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാഗ്ന കാർട്ടയെ കണക്കാക്കുന്നു. അടുത്തത് മഹത്തായ വിപ്ലവം. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് CE 1688 മഹത്തായ വിപ്ലവം. രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയരാവുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി.
തുടർന്ന് CE 1776 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് കാരണമായി. ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണ് ഇത്. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിന്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. മുകളിൽ പരാമർശിച്ചിട്ടുള്ള ചരിത്ര സംഭവങ്ങളിൽ നിന്നും ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഒരു ഏകീകൃത നിയമാവലി ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെ ജനങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഭരണഘടനകളുടെ രൂപീകരണത്തിനിടയാക്കിയത്. ഇനി ഇതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. വർക്ക് ഷീറ്റ് പൂർത്തിയാക്കുക. രാജാവിന്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായി. അത് ഫ്രഞ്ച് വിപ്ലവത്തിലായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിക്കുകയും പാർലമെന്റിന്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തു. ഇത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയി മാറിയത്, മാഗ്ന കാർട്ടയാണ്. ഭരണഘടനകൾ പലതരം. ഭരണഘടനകളെ അവയുടെ സ്വഭാവം മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ, രൂപം കൊണ്ട രീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ പലതായി തരംതിരിക്കുന്നു. നോക്കൂ, സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കാം: ലിഖിതം, അലിഖിതം. ലിഖിതം എന്ന് വെച്ചാൽ എഴുതപ്പെട്ടത്, അലിഖിതം എന്ന് വെച്ചാൽ എഴുതപ്പെടാത്തത്. ഇനി മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയയ്ക്കനുസരിച്ച് രണ്ടായി തരംതിരിക്കാം: ദൃഢമായത്, അയവുള്ളത്. അതായത് ദൃഢമായത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടെ എന്തായിരിക്കും, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ കുറച്ചുകൂടെ കടുത്തതായിരിക്കും അല്ലെ. പിന്നെ രൂപം കൊണ്ട രീതി, നടപ്പിലാക്കിയത്, പരിണമിച്ചത്. ഇനി ലിഖിതത്തെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്താണ് ലിഖിതം എന്ന് നോക്കാം. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ലിഖിത ഭരണഘടന. അതിനുദാഹരണം ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, അതായത് USA. പിന്നെ അലിഖിതം എന്ന് വെച്ചാലോ, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമാണ് അലിഖിത ഭരണഘടന. അതിനുദാഹരണം യുണൈറ്റഡ് കിങ്ഡം, UK, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ്. ഇനി ദൃഢമായതെന്ന് പറയുമ്പോൾ മാറ്റം വരുത്തുന്നതിന് അഥവാ ഭേദഗതി ചെയ്യുന്നതിന് കർക്കശമായ നടപടിക്രമങ്ങൾ ആവശ്യമുള്ള ഭരണഘടനയാണ്. അതിനുദാഹരണം അമേരിക്കൻ ഐക്യനാടുകളുടേത്, പിന്നെ ഓസ്ട്രേലിയയുടേതൊക്കെയാണ്. അയവുള്ളതെന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ മാറ്റം വരാൻ അഥവാ ഭേദഗതി വരുത്താൻ കഴിയുന്ന ഭരണഘടനയാണ്. അതിനുദാഹരണം യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ്. ഇനി നടപ്പിലാക്കിയത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെയോ കൗൺസിലിന്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ്, അതായത് പ്രാബല്യത്തിൽ വന്നതാണ് നടപ്പിലാക്കിയതെന്ന് പറയുന്നത്. ഉദാഹരണം അമേരിക്കൻ ഐക്യനാടുകൾ, ഇന്ത്യ. പരിണമിച്ചതെന്ന് പറയുമ്പോൾ ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപം കൊണ്ട ഭരണഘടന. കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽപ്പെടുന്നു. അതിനുദാഹരണം യുണൈറ്റഡ് കിങ്ഡം, കാനഡ തുടങ്ങിയവയാണ്. പാഠഭാഗത്ത് ഉദാഹരണങ്ങളായി നൽകിയിട്ടുള്ള രാജ്യങ്ങളെ ഭരണഘടനകളുടെ സവിശേഷതകൾക്കനുസരിച്ച് പട്ടികയിൽ ക്രമീകരിക്കൂ. ലിഖിതം. ലിഖിതത്തിലുള്ളത് ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, അതായത് USA. പിന്നെ അലിഖിതം യുണൈറ്റഡ് കിങ്ഡം അഥവാ UK, ന്യൂസിലാൻഡ്. ദൃഢമായത് അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ. അയവുള്ളത് യുണൈറ്റഡ് കിങ്ഡം, UK, ന്യൂസിലാൻഡ്. നടപ്പിലാക്കിയത് അമേരിക്കൻ ഐക്യനാടുകൾ, ഇന്ത്യ. പരിണമിച്ചതിന് ഉദാഹരണം യുണൈറ്റഡ് കിങ്ഡം, കാനഡ. പലതരം ഭരണഘടനകളെ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് ഭരണഘടനയ്ക്ക് അത്യാവശ്യമുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും 5 ഗുണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് സമഗ്രത. സമഗ്രത എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മക്കളെ? ഗവൺമെന്റിന്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി ഒരു ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കണം. രണ്ടാമത്തെ ഒരു ആവശ്യ ഗുണം എന്ന് പറയുന്നത് സംക്ഷിപ്തതയാണ്. അതായത് അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം ഒരു ഭരണഘടനയിൽ. പിന്നെ മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് വ്യക്തതയാണ്. വ്യക്തതയിൽ എങ്ങനെയാണ്? ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. പിന്നെ നാലാമത്തെ അവശ്യ ഗുണം എന്ന് പറയുന്നത് ചലനാത്മകതയാണ്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റം ഭരണഘടനയിലും മാറ്റാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ അതിന് കഴിയണം എന്നതാണ് ചലനാത്മകത കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അവസാനത്തെ ഒരു ആവശ്യഗുണം എന്ന് പറയുന്നത് അനുയോജ്യതയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം എന്ത്, ആ ദേശത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണഘടന. ഇനി ഇതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഭരണഘടനയുടെ ആവശ്യഗുണങ്ങൾ എന്ന വിഷയത്തിൽ ലഘുകുറിപ്പ് തയ്യാറാക്കൂ. പ്രധാനമായും 5 ഘടകങ്ങളാണ് ഭരണഘടനയുടെ ആവശ്യഗുണങ്ങളായി പറയുന്നത്. അതിലൊന്ന് ചലനാത്മകതയാണ്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റം വരുത്താൻ കഴിയണം എന്നതാണ് ചലനാത്മകത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അനുയോജ്യതയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം ഒരു ഭരണഘടന. മൂന്നാമതായി വേണ്ടത് സമഗ്രതയാണ്. ഗവൺമെന്റിന്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കണം. പിന്നെ ഒരു ഭരണഘടനയ്ക്ക് സംക്ഷിപ്തത വേണം. ഭരണഘടന ആവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം. അവസാനമായി വ്യക്തത വേണം. ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഭരണഘടനാ വ്യവസ്ഥയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഭരണഘടനയുടെ പൊതു സവിശേഷതകൾ നാം പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. ഇവിടെ ഒരു ടീച്ചറും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം നോക്കൂ. ടീച്ചർ: മനു, ഇന്ന് റോഡ് നിയമം തെറ്റിച്ച് സൈക്കിൾ ഓടിക്കുന്നത് കണ്ടല്ലോ, ഇനി അത് ആവർത്തിക്കരുത്. മനു: ക്ഷമിക്കണം ടീച്ചർ, സൈക്കിൾ ഓടിക്കുന്നവർ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ? ടീച്ചർ: എല്ലാവരും ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് സാധാരണക്കാർക്ക് മാത്രമല്ല, ഭരണാധികാരികൾക്കും ബാധകമാണ്. ടീച്ചറും മനുവും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഭരണാധികാരികളും നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? വ്യക്തികൾക്കുമേൽ നിയമങ്ങളുടെ നിയന്ത്രണമുള്ളതുപോലെ അധികാരികൾക്കുമേലും ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. പരിധിയില്ലാത്ത അധികാരങ്ങൾ ഭരണാധികാരികൾക്ക് നൽകിയാൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യും. ഇതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥ നിലകൊള്ളുന്നത്. ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ. ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നിവയും ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് അരിസ്റ്റോട്ടിലും ഭരണഘടനാ വ്യവസ്ഥയും എന്ന ചെറിയൊരു ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്. വായിച്ചു നോക്കൂ. ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. സാധാരണ നിയമങ്ങൾ എന്നും ഭരണഘടനാ നിയമങ്ങൾ എന്നും അദ്ദേഹം നിയമങ്ങളെ 2ആയി തരംതിരിച്ചു. ഇതിന് താഴെ ഒരു വർക്ക് തന്നിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഭരണഘടനാ വ്യവസ്ഥയോട് യോജിക്കുന്ന പ്രസ്താവനകൾക്ക് നേരെ നിറം നൽകുക. 1. ഭരണാധികാരികളുടെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു. അത് ശരിയാണ്. പൗരരുടെ അവകാശങ്ങൾ നിർവചിക്കുന്നു. അത് ശരിയാണ്. സ്വേച്ഛാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് തെറ്റാണ്. സ്വേച്ഛാധിപത്യത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഭരിക്കുന്നവർക്ക് പരിധിയില്ലാത്ത അധികാരങ്ങൾ നൽകുന്നു. അത് തെറ്റാണ്. ഭരിക്കുന്നവർക്കും നിയന്ത്രണങ്ങൾ ഉണ്ട്. 5. നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നു. അത് ശരിയാണ്. സുദീർഘമായ നിരവധി പ്രക്രിയകളുടെ ഫലമായിട്ടാണ് ഓരോ രാജ്യത്തിന്റെയും ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ചരിത്രവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെട്ടത് എങ്ങനെയെന്ന് പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രപതിയുടെ ശപഥം അഥവാ പ്രതിജ്ഞയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കൂ. ക ഉർഖ ആയ ഞാൻ, അതായത് അവരുടെ പേരാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. വിശ്വസ്തയോടെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയുടെ ഉദ്യോഗം നിർവഹിക്കും, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കും എന്നും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഭരണഘടനയും നിയമവും നിലനിർത്തുകയും രക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുമെന്നും ഭാരതത്തിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനും അവർക്ക് ക്ഷേമം കൈവരുത്തുന്നതിനും സ്വയം അർപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം അല്ലെങ്കിൽ സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞാ വാചകമാണ് ഇത്. നമ്മുടെ ഭരണഘടനയുടെ പ്രാധാന്യം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അതിൻ്റെ ഉത്ഭവം എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി
ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി CE 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കൈകളിലായി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ബഹുജന സമരമാണിത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നതിന് ഇത് കാരണമായി. തുടർന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളാണ് ഇത്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും ഈ പ്രസ്ഥാനമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അതിനാൽ നവംബർ 26 ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നു. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. അതുകൊണ്ടാണ് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. ഇനി ക്യാബിനറ്റ് മിഷൻ എന്താണെന്ന് നോക്കാം. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി. ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ളതായിരുന്നു പ്രസ്തുത മിഷൻ. ഇതിന് താഴെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ നാൾവഴികൾ സൂചിപ്പിക്കുന്ന ചുമർ പത്രിക തയ്യാറാക്കൂ. നമുക്കൊരു ഘട്ടമായിട്ട് നോക്കാം. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി CE 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കൈകളിലായി. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ബഹുജന സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതിനെ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വച്ചതും ഈ പ്രസ്ഥാനമാണ്. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതനുസരിച്ച് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അതിനാൽ നവംബർ 26 ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നു. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. ഭരണഘടനയുടെ ആമുഖം പരിശോധിക്കൂ. ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാർഗരേഖയാണ് നമ്മുടെ ഭരണഘടന. രാഷ്ട്രത്തിന്റെ അധികാരം ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നു. രാഷ്ട്രത്തിന്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നോക്കൂ മക്കളെ, നമുക്കിവിടെ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് പരമാധികാരമാണ്. പ്രധാന ലക്ഷ്യം പരമാധികാരമാണ്. എന്താണ് പരമാധികാരം? ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരമാണ് പരമാധികാരം. പിന്നെ സ്ഥിതി സമത്വം, എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹ്യ നീതി നിലനിർത്തുന്നതിനെയാണ് നമ്മൾ സ്ഥിതി സമത്വം എന്ന് പറയുന്നത്. മൂന്നാമത്തെ അടിസ്ഥാന ലക്ഷ്യം മതേതരത്വമാണ്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുകയില്ല. നാലാമത്തെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നു. ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളാകുന്നു. പിന്നെ അടുത്ത അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് റിപ്പബ്ലിക്കാണ്. അതായത് തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രതലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്രതലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആയിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു. രാഷ്ട്രം പൗരർക്ക് ഉറപ്പു നൽകുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചും ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല, വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സാഹോദര്യം പുലർത്തുന്നതിനും ആമുഖം ലക്ഷ്യം വയ്ക്കുന്നു. ഇനി നമുക്ക് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, നോക്കൂ. ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഏതെല്ലാം ലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു? ഒന്നാമത്തേത്, രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. അത് മതേതരത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജനങ്ങൾ പരമാധികാരികളാണ്. അത് ജനാധിപത്യത്തെ സൂചിപ്പിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രതലവൻ, അത് റിപ്പബ്ലിക്കിനെ സൂചിപ്പിക്കുന്നു. ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരം, അതാണ് പരമാധികാരം. അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു, അത് സ്ഥിതി സമത്വം. മനുഷ്യ സമൂഹത്തിന്റെ വികാസ ചരിത്രം പരിശോധിച്ചാൽ ഭരണഘടനകൾ ആധുനിക കാലഘട്ടത്തിന്റെ ഉൽപ്പന്നമായാണ് കണക്കാക്കപ്പെടുന്നത്. ആധുനിക രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും സുഗമമായ നടത്തിപ്പിനും പുരോഗതിക്കും സുശക്തമായ ഭരണഘടന അനിവാര്യമാണ്. രാഷ്ട്ര നിർമ്മാണത്തിന് സഹായകമായ അടിസ്ഥാന നിയമവ്യവസ്ഥ പ്രദാനം ചെയ്യുകയാണ് ഭരണഘടനയുടെ ധർമ്മം. ഭരണഘടന കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണ് രാഷ്ട്രത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഭരണഘടനയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭരണഘടനയുടെ ആമുഖവും. ഭരണഘടനയുടെ ലക്ഷ്യ പ്രസ്താവന നടത്തുന്നവയാണ് ആമുഖങ്ങൾ. ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയം നമ്മുടെ ഭരണഘടനയുടെ ആത്മസത്തയായ ആമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. രൂപപ്പെട്ട് നിരവധി സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും അതേ കരുത്തോടെ ഇന്നും നിലനിൽക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാന സവിശേഷതയായി നമുക്ക് വിലയിരുത്താം. ഇത്രയും കാര്യങ്ങളാട്ടോ ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സും അതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്